പാറും ഇന്ത്യ മുഴുവൻ ഓളമുണ്ടാക്കാൻ ഖുറേഷി എബ്രഹാം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. തീ പാറും ഇന്ത്യ മുഴുവൻ ഓളമുണ്ടാക്കാൻ ഖുറേഷി എബ്രഹാം എത്തുന്നത് 5 ഭാഷകളിൽ. റിലീസ് 2024 തന്നെ. കാത്തിരിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ക്യാരക്ടർ ലുക്ക് പുറത്തു വന്നു. മോഹൻലാലിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് മുന്നോട്ട് വന്നത്. ക്യാരക്ടർ ലുക്കായിട്ടെത്തിയ ആ പോസ്റ്റർ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ ലുക്ക് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഗംഭീര രീതിയിലാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ പിറന്നാൾ ദിനമാണ് ഇന്ന് എന്നുള്ളതുകൊണ്ട് പൃഥ്വിരാജും സിനിമയിലെ മറ്റ് താരങ്ങളും അണിയറ പ്രവർത്തകരും പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. മാസ് ഗെറ്റപ്പിൽ നടന്നു നീങ്ങുന്ന ലാലേട്ടനെയാണ് നമുക്ക് പോസ്റ്ററിൽ കാണാനാകുന്നത്. ഖുറേഷി എബ്രഹാമിന്റെ ലുക്കിൽ മോഹൻലാൽ ചുറ്റിലും തോക്കുധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സും പോസ്റ്ററിൽ നമുക്ക് കാണാനാകുന്നുണ്ട്. എമ്പുരാന്റെ ഷൂട്ടിംഗ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചിത്രീകരണത്തിന്റെ ലൊക്കേഷൻ വീഡിയോകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് വൈറലായി മാറുകയും ചെയ്തിരുന്നു. പൃഥ്വിരാജ് ഒരുപാട് വലിയ ഒരു സമൂഹത്തിന് വലിയ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അത്രത്തോളം ഒരു രംഗമാണ് കണ്ടത്. പാർട്ടി പ്രവർത്തകരും ഒട്ടും അതുപോലെ തന്നെ NIA ഓഫീസായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിൽ മഞ്ജു വാര്യരും പൃഥ്വിരാജ് നിൽക്കുന്നതായിട്ടുള്ള ആ വീഡിയോയിൽ കാണുന്നത്. ഒപ്പം തന്നെ സുരാജും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. 2024 അവസാനത്തോടെ റിലീസ് ചെയ്യപ്പെടാനിരിക്കുന്ന എമ്പുരാൻ ഈ ഒരു പ്രതീക്ഷ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വൻ ഹൈപ്പിൽ തന്നെയായിരിക്കും ചിത്രമെത്തുക. മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയത്തിലേക്ക് ആ സിനിമ നടന്നു കിടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ടാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസ് തന്നെയാണ് എമ്പുരാന് വേണ്ടി പൃഥ്വിരാജ് ഒരുക്കുന്നത്. മോഹൻലാലിനെ കൂടാതെ ഇന്ദ്രജിത്ത്, ടോവിനോ തോമസ്, മഞ്ജു വാര്യർ എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂടും സിനിമയിലുണ്ട്. ലൂസിഫറിൽ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരുന്നു. 2ാം ഭാഗത്തിലും നടൻ ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് സാധ്യത. മുരളി ഗോപിയാണ് എമ്പുരാന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സുജിത് വാസുദേവ് ഛായാഗ്രഹണവും ദീപക് ദേവ് സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രം ആളുകൾ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. മലയാളത്തിന്റെ മോഹൻലാൽ എന്നതിനേക്കാളുപരി ഇന്ത്യയുടെ മോഹൻലാൽ എന്ന് അറിയപ്പെടാൻ എമ്പുരാൻ എന്ന ചിത്രം റിലീസാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വാണിജ്യ മൂല്യമുള്ള ഒരു മെറ്റീരിയലായി ലാലേട്ടൻ എന്ന എൽ ബ്രാൻഡ് എന്തായിരിക്കുമെന്ന്, അതിന്റെ പവർഫുൾ വെർഷൻ എന്തായിരിക്കുമെന്ന് എമ്പുരാന്റെ റിലീസിംഗ് ദിനത്തിൽ നമ്മൾ അറിയും. അതെ, പൃഥ്വിരാജിന്റെ എമ്പുരാൻ ക്യാരക്ടർ ലുക്ക് അങ്ങനെ വൈറലായതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഓരോ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ലാലേട്ടന്റെ ആരാധകരും ഒപ്പം തന്നെ അങ്കമാലി ഡയറിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.